നമസ്കാരം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതം സ്വീകരിച്ച വിദേശ നയമായിരുന്നു ചേരിചേരാ നയം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിലുള്ള ശീതയുദ്ധത്തിന്റെ കാലഘട്ടമായിരുന്നു. ചേരിചേരാ നയത്തിന്റെ ഉപജ്ഞാതാവ് നെഹ്റുവാണ്. ഒരു പക്ഷത്തിനോടും ചേരാതെ നിൽക്കുക, അല്ലെങ്കിൽ എല്ലാ പക്ഷത്തിനോടും സമദൂരം പാലിക്കുക, അതാണ് ചേരിചേരാ നയത്തിന്റെ അടിസ്ഥാന തത്വം. ഈ ചേരിചേരാ നയം എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ പുരോഗമനപരമായ നയമായിട്ടൊക്കെ തോന്നാം. പക്ഷേ ഫലത്തിൽ ഈ നയം കൊണ്ട് ഭാരതത്തിന് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല, മറിച്ച് ദോഷമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും നെഹ്റുവിന്റെ ചേരിചേരാ നയം ഒരു സെൽഫ് ഡിഫീറ്റിംഗ്, അല്ലെങ്കിൽ സ്വയം പരാജയപ്പെടുത്തുന്ന പോളിസിയായിരുന്നു. ഒരു ചേരിയിലും ഇല്ലെന്ന് പറയുമ്പോഴും നെഹ്റു സോവിയറ്റ് ചേരിയിലായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ചേരിയിലായിരുന്നു. ചേരിചേരാ നയം പറയുകയും എന്നാൽ ശീതയുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത നെഹ്റുവിയൻ പോളിസിയാണ് നമ്മൾ കാട്ടിയ ഏറ്റവും വലിയ മണ്ടത്തരം. കമ്മ്യൂണിസ്റ്റ് ചേരിയോട് ചേർന്ന് നിന്നതുകൊണ്ട് ശീതയുദ്ധത്തിൽ തീർച്ചയായും പരാജയപ്പെടുവാൻ പോകുന്ന ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഭാരതം മാറി. അതോടെ കമ്മ്യൂണിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും സകല അപജയങ്ങളും നമ്മളുടെ ഭരണത്തിലും സമൂഹത്തിലും കടന്നുകൂടി. നമ്മൾ ഈ ചേരിചേരാ നയം പറഞ്ഞു നടന്നതുകൊണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ ഒന്നും നമ്മളെ സഹായിക്കുവാൻ ആരും മുന്നോട്ട് വന്നില്ല. കാരണം നമ്മൾ ആരുടെയും കൂടെ ആയിരുന്നില്ല, ആരും നമ്മളുടെ കൂടെയും ഉണ്ടായിരുന്നില്ല. US-നോടും ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയോടും ചേർന്ന് നിന്നിരുന്നുവെങ്കിൽ ഭാരതം തീർച്ചയായും സാമ്പത്തികമായി ഉയർന്നു വന്നേനെ. നമ്മളത് ചെയ്തില്ല. നമ്മൾ സോഷ്യലിസവും കമ്മ്യൂണിസവും പറഞ്ഞു നടന്നു. സ്വാതന്ത്ര്യം കിട്ടിയ 75 കൊല്ലത്തിന് ശേഷവും നമ്മൾ ഇന്നും പട്ടിണി മാറ്റുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അത് നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പരാജയമാണ്. ചേരിചേരാ നയം പറയാം, പക്ഷേ അത് പറയുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ശക്തി നമുക്കുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അതുണ്ടാവുന്നിടം വരെ ഏതെങ്കിലും ചേരിയോടൊപ്പം നിൽക്കുക, അതാണ് പ്രായോഗികത. പക്ഷേ നമ്മളുടെ സ്ഥിതി നേരെ മറിച്ചായിരുന്നു. നമ്മൾ ഔദ്യോഗികമായി ഒരു ചേരിയുടെയും ഭാഗമായിരുന്നില്ല എന്ന് മാത്രമല്ല, ബാക്കി സമയം മുഴുവൻ അഹിംസയും പറഞ്ഞ് സൈന്യത്തിനെ അവഗണിക്കുകയും ചെയ്തു. നമ്മളെ ആക്രമിക്കുന്നത് പലർക്കും ഒരു റിസ്ക് ഫ്രീ അഫെയർ ആയിട്ട് മാറി. കാരണം ആക്രമിക്കുന്നവർക്കറിയാം നമ്മളെ സഹായിക്കുവാൻ ആരും വരില്ലെന്ന്. നമ്മൾ US ചേരിയിലായിരുന്നുവെങ്കിൽ തീർച്ചയായും 62-ലെ ചൈനീസ് യുദ്ധവും 65-ലെ പാകിസ്ഥാൻ യുദ്ധവും ഒഴിവാക്കാമായിരുന്നു. നേരെ മറിച്ച് പാകിസ്ഥാൻ തുടക്കം മുതൽക്കേ US ചേരിയിലായിരുന്നു. അവർ ആംഗ്ലോ അമേരിക്കൻ മിലിറ്ററി ബ്ലോക്കിലെ അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരുന്നു US-ഉം മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളും ആദ്യത്തെ 50 കൊല്ലത്തോളം കാശ്മീർ വിഷയത്തിൽ ഭാരതത്തിനെതിരായി പാകിസ്ഥാന്റെ കൂടെ നിന്നത്. ഫലത്തിൽ ചേരിചേരാ നയം നെഹ്റുവിന്റെ ഇമേജ് കൂട്ടിയതല്ലാതെ ഭാരതത്തിന് യാതൊരു ഗുണവും ചെയ്തില്ല. യഥാർത്ഥത്തിൽ നെഹ്റുവിന്റെ ചേരിചേരാ നയം ഭാരതത്തിന്റെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നില്ല, അത് ഭാരത വിരുദ്ധമായിരുന്നു. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലഡറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.